സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ പോര് മുറുകി. മത്സരരംഗത്ത് ആകെ 194 സ്ഥാനാർത്ഥികളാണുള്ളത്. റോഡ് ഷോയും മണ്ഡല പര്യടനവും തുടരുന്ന സ്ഥാനാർത്ഥികൾ കൊടുത്തും പ്രചരണത്തിൽ സജീവമാണ്. ഇനി 18 ദിവസത്തിന്റെ അകലമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. ഒപ്പം ഇരട്ട വോട്ടും വ്യാജ പരാതികളുമായി കലുഷിതമാണ് തെരഞ്ഞെടുപ്പ് കളം. ഇന്നലെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി അവസാനിച്ചതോടെ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. 204 സ്ഥാനാർത്ഥികളിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്നലെ കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് 194 പേരായി. പല അപരന്മാരും പത്രിക പിൻവലിക്കാതെ തുടരുന്നത് മുൻനിര സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം 10 പേരാണ് പത്രിക പിൻവലിച്ചത്. ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത് കോട്ടയം മണ്ഡലത്തിലാണ്, 14 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലും, 5 പേരാണ് ഇവിടെ മത്സര രംഗത്തുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെല്ലാം അപരന്മാർ മത്സര രംഗത്തുണ്ട്. അതേസമയം പ്രചാരണം തലസ്ഥാനത്തുൾപ്പെടെ 20 മണ്ഡലങ്ങളിലും ശക്തമാണ്. റോഡ് ഷോയും മണ്ഡല പര്യടനം ഉൾപ്പെടെ 2ാം ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. ജനം, തിരുവനന്തപുരം.